ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ദേശീയ അധ്യാപക അവാർഡുകൾ ലഭിച്ച അധ്യാപകരുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. വിവിധ ഭാഷകളിൽ പ്രാദേശിക നാടോടി കഥകൾ പഠിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം ഭാഷകൾ പഠിക്കാനും ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാനും കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവാർഡ് ജേതാക്കൾ തങ്ങളുടെ അധ്യാപന അനുഭവം പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണെന്നും സർക്കാർ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൺസ്യൂമർ ഫെഡ് ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ നേതൃത്വം നൽകുന്ന ഓണാഘോഷങ്ങൾ മാത്രമാണ് ഇക്കുറി ഒഴിവാക്കിയിട്ടുള്ളതെന്നും മറ്റു പരിപാടികൾ നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നാളെ മുതൽ ഈ മാസം 14 വരെ 1500 കേന്ദ്രങ്ങളിലാണ് ഓണം വിപണി പ്രവർത്തിക്കുക. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപ ബോണസ് നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2750 രൂപ നൽകും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള 34,627 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉത്സവ ഭത്തയായി 1000 രൂപ വീതം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നാണ് തുക അനുവദിക്കേണ്ടത്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം. ഇതിനായി 1700 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലെത്തും. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും കലാപാരമ്പര്യവും വിളിച്ചോതുന്ന അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേദിയായി തൃപ്പൂണിത്തുറയിലെ നഗരവീഥികൾ. സ്പീക്കർ AN ഷംസീർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തബാധിതരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇത്തവണ അത്തം ഘോഷയാത്ര അരങ്ങേറിയത്. ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. വിഗ്രഹങ്ങൾ കഴിവതും കളിമണ്ണിലുണ്ടാക്കിയവയായിരിക്കണമെന്നും പ്രകൃതിക്ക് ദോഷകരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പടക്കങ്ങൾ, ഉച്ചഭാഷിണികൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പാർട്ടി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് നിയമവാഴ്ച പൂർണ്ണമായും തകർന്നതായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഭരണകക്ഷി MLA ഉയർത്തിയ ഗൌരവതരമായ ആരോപണങ്ങളിൽ പോലും ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം വിമർശനമുന്നയിച്ചു. PV അൻവർ MLAയുടെ പരാതി പരിശോധിക്കേണ്ടത് സർക്കാരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വിഷയം പരിശോധിക്കുന്നത്. പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അതുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കേരളത്തിലെത്തും. പാലക്കാട് ജില്ലയിലെ പ്രാദേശിക പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടെ അദ്ദേഹം കോഴിക്കോടെത്തും. വൈകുന്നേരം 4-ന് NIT കാലിക്കറ്റിൽ നടക്കുന്ന 20ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഞായറാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കും. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണത്തിളക്കം. പുരുഷന്മാരുടെ ഹൈജമ്പിൽ പ്രവീൺ കുമാറാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. മെഡൽ നേട്ടത്തിൽ താരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. 2.08 മീറ്റർ ഉയരത്തിൽ ചാടിയാണ് പ്രവീൺ കുമാർ സ്വർണം സ്വന്തമാക്കിയത്. ഏഷ്യൻ റെക്കോർഡോടെയാണ് താരത്തിന്റെ സ്വർണ്ണ മെഡൽ നേട്ടം. ഇതോടെ 6 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം 26 തിരുവനന്തപുരം വഴുതക്കാട് വാർഡിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സമിതിക്ക് രൂപം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വിഷയത്തിൽ നഗരസഭാ സെക്രട്ടറി പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വീഡിയോകോൺ വായ്പാ തട്ടിപ്പ് കേസിൽ മുൻ ICICI ബാങ്ക് മേധാവി ചന്ദ കൊച്ചാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CBI സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി ചന്ദ കൊച്ചാറിന് നോട്ടീസ് അയച്ചു. ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള മുൻ ഉത്തരവ് ശരിവെച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരായ CBIയുടെ ഹർജി പരിശോധിക്കാൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് സമ്മതിച്ചു. ചന്ദ കൊച്ചാറിനും ഭർത്താവ് ദീപക് കൊച്ചാറിനും മഹാരാഷ്ട്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ 2ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 6 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 310 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.